ആ കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ല, അവരൊക്കെ ലോക്കൽ ഗാർഡിന്റെ വീട്ടിലാണ്. വിവേക് എന്ന മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കാർ അല്ലേ? യെസ് മാഡം, ഇതാണ് പുഴയിൽ നിന്ന് കിട്ടിയത്. അതാണ് ആക്സിഡന്റ് ആയ ബൈക്ക്. കാർ എന്ന കഥാപാത്രം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി ഇപ്പോഴും അവശേഷിക്കുന്നു. ആ പെൺകുട്ടികൾ ക്വസ്റ്റ്യനിങ്ങിന് സഹകരിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയല്ലേ? അതെ മാഡം. എന്ത് തോന്നിയാസം കാണിക്കാന്ന് വെച്ചാ ഈ നാട്ടിലൊരു നിയമമില്ലേ? നിങ്ങളുടെ പെൺപുലി മടയിലുണ്ടോ സാർ? അത് അവർക്കെന്നെ ശരിക്കും അറിയില്ല. പാടൂ. പിള്ളേരെ ടോർച്ചർ ചെയ്യാൻ നോക്കിയാല ഇതെവിടുത്തെ ഏർപ്പാടാ? സമാധാനിക്കുന്നു, നമുക്ക് നോക്കാം. ആരെ അകത്ത് വിടണ്ട മേഡം. എടൂ, ആരെ അകത്തേക്ക് വിടണ്ട. സാർ താനിവിടെ വന്നു. വിളിക്കണോ ഹോം മിനിസ്റ്ററെ? ഇത് MLA മോനിച്ചനാണ്. ഒന്ന് മിനിസ്റ്റർ കണക്ട് ചെയ്യ്. നിങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പുറത്ത് വലിയൊരു പട തന്നെ നിരന്നിട്ടുണ്ടല്ലോ. മുൻ മന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പബ്ലിക് പ്രോസിക്യൂട്ടർ, മേയറുടെ അളിയൻ, എല്ലാം ബിഗ് ഷോട്ടുകളാണല്ലോ. ദേ അവരിടപെട്ട് തുടങ്ങി. അവർക്കൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മാഡം. പിന്നെന്താ നിങ്ങളുടെ മുഖത്തിത്ര ഭയം? പേടിച്ചു പോയോ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പിറന്ന ലക്ഷണമുണ്ടല്ലോ. ഡിസ്കോതെക്കിൽ പോയി കൂത്താടാനും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാനും നിന്നെ പഠിപ്പിച്ചത് ആരാ? ഇവരാണോ അതോ ഇപ്പൊ കൂടെയില്ലാത്ത കൂട്ടുകാരികളോ? ഞങ്ങള് സ്റ്റേഷൻ മുമ്പിൽ തന്നെ ഉണ്ട്. പോലീസിനെ കണ്ടാ നീ ഓടുവല്ലടാ. വിവേകിന്റെ കാറ് നിനക്കറിയാലോ. അതിന്റെ കഥ വള്ളി പുള്ളി തെറ്റാതെ ഒന്ന് വേഗം പറഞ്ഞേ. എനിക്കൊന്നും അറിയില്ല സാർ. എന്നാൽ എനിക്കറിയാം. വിവേകിന്റെ കാറ് വീട്ടിലെ പോർച്ചിൽ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആ രാത്രി ആ കാർ വീട്ടിലെത്തിയിരുന്നില്ല. എന്താ ശരിയല്ലേ? അല്ല സാർ. രഘുചന്ദ്രപാൽ. ഇത് ആരുടെ സിഗ്നേച്ചർ ആണ്? വിവേകിന്റെ. വിവേകിന്റെ. ഈ അഡ്രസ്സോ? അതും വിവേകിന്റെ. ഈ കാറിന്റെ നമ്പർ അവന്റെ തന്നെ അല്ലടാ? അതെ സാർ. അന്ന് രാത്രി 12 കഴിഞ്ഞപ്പോൾ ബൈപ്പാസിൽ വെച്ച് നിങ്ങൾ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തതിന് പോലീസ് പെറ്റിയടിച്ചതിന്റെ രജിസ്റ്റർ ബുക്കാണിത്. അപ്പോൾ വിവേകിന്റെ കാറിനുള്ളിൽ നീയും ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കേറി നോക്കിയാലോ? വേണ്ട, ഇത് എവിടെ വരെ പോകുമെന്ന് അറിയട്ടെ. പറഞ്ഞു. എന്തായിരുന്നു സംഭവിച്ചത്? സാർ, ഇവരാണ് എല്ലാ പ്രോബ്ലം ഉണ്ടാക്കിയത്. ഇനി കഥ നിങ്ങൾ പറഞ്ഞാലും മതി. Hey, what the hell are you doing, Samira? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? Don't worry, Vivek. ഇതല്ലാതെ യാതൊരു മാർഗവുമില്ല. Just an accident. അതിനുശേഷം കാർ പുഴയിലേക്ക് മറിഞ്ഞു. That's all. What stupidity you are talking? എന്റെ കാർ ഇടിച്ച് പുഴയിലിടാനോ? Yes, കാർ മാത്രമല്ല, ഈ ഡെഡ് ബോഡി ഉൾപ്പെടെ. തന്റെ പഴയ കാറിന്റെ വിലയുടെ ഇരട്ടി വില ഞാൻ തരും. Hey, don't try to buy me with your money, okay? Cool down. അവള് പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട. Leave it. വിവേക്, നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ല. നമ്മൾ എല്ലാവരും പെടും. വിവേക്, just listen. സമീർ പറഞ്ഞത് ശരിയാടാ. ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ലടാ. നമ്മളെല്ലാവരും പെടും. പ്ലീസ് പ്ലീസ്. Okay. Then hurry up, guys. Come on, Linda. Careful. Linda, open the door. Yeah.
മരിച്ചതാരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല മാഡം, എല്ലാം പോലീസിൽ അറിയിക്കാമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു മാഡം. ഒന്നും മനഃപൂർവ്വമല്ല. രക്ഷിക്കണം മാഡം, പ്ലീസ് മാഡം, ഞങ്ങളെ രക്ഷിക്കണം. ഇത് വീട്ടിലെങ്ങാനും പറഞ്ഞ ഞങ്ങളെ കൊന്നുകളെ. എന്തായാലും മരിച്ച ആളെ കുറിച്ച് ഇതുവരെ എൻക്വയറി ഒന്നും വന്നിട്ടില്ല. മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ കേസ് പ്രൊസീഡ് ചെയ്യുന്നില്ല. ബട്ട് വൺ കണ്ടീഷൻ, യു ആൾ ഹാവ് ടു സറണ്ടർ യുവർ പാസ്പോർട്ട്സ്. ആരെങ്കിലും ഇതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയോ ഫോണിലോ നേരിട്ടോ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല മാം. വ്യത്യസ്തമായ സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന 4 പേർ ഇപ്പോഴില്ല. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയിട്ട് വിട്ടേക്ക്. ആ ലോക്കൽ ഗാർഡിന്റെ ജാമ്യത്തിൽ വിട്ടാൽ മതി. ശരി മാഡം. അതിനെ അവള് വേറെ ജന്മം ജനിക്കണം. എന്റെ ജേക്കപ്പേ, ഞാൻ ഈ കോടതിയിൽ ചൊറി കുത്താൻ തുടങ്ങിയിട്ട് കൊല്ലം 22ആയി. ഇതിനിടയിൽ പല IPS-ഉം IAS-ഉം IFS-ഉം ഒക്കെ കണ്ടിട്ടുണ്ട്. എവക്ക് മാത്രം എന്താ എത്ര വലിയ ജാടാ? പിള്ളേര് അവരെ എന്റെ കൂടെ എന്റെ വീട്ടിലാ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയാൽ മതി. ഗുഡ് നൈറ്റ്. അമേരിക്ക എന്നല്ലയോ വലിയ പ്രശ്നമായി കാണൂല്ലേ? അവരൊക്കെ പാരമ്പര്യമായിട്ട് നൽകില്ല എന്നുള്ളവർ. അവരെ തൊട്ട വിവരം അറിയും. അല്ല, നമ്മുടെ പിള്ളേര് വല്ലതും കഴിച്ചോ? അവർക്കൊന്നും വേണ്ടെന്ന്. സാർ, എന്താടോ അവിടെ പട്ടി കുറയ്ക്കുന്നേ? അത് ഒന്നുമില്ല സാർ. പിന്നെ താൻ ഉറങ്ങരുത്. ശരി സാർ. അല്ല, പോലീസാണേ വർഗം. വേണമെങ്കിലേ അവര് തന്നെ നമ്മളെ വരട്ടാൻ ആളെ പറഞ്ഞുവിടും. വാ കഴിക്കാം. എന്നാലും ആ DIG എന്നോട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിച്ചത് എന്തിനാണാവോ? ഇന്ന് നല്ല ഫോമിലാണല്ലോ മാഡം. എന്താ? അല്ല, ഇന്ന് നല്ല ഫോമിലാണല്ലോ പറയായിരുന്നു. ഇടയ്ക്ക് ഇതൊന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആവശ്യം വരുമ്പോ കൈവിറയ്ക്കും. ശരിയല്ലേ? IG അദ്ദേഹം വന്നിട്ടുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞാൽ കാണണമെന്ന് പറഞ്ഞു. സർ, എന്റെ അന്വേഷണത്തിൽ ഇതൊന്നും ആക്സിഡന്റോ ആത്മഹത്യയോ അല്ല. അക്യുറേറ്റ്ലി ഡിസൈൻഡ്, പ്രൊഫഷണലി എക്സിക്യൂട്ടഡ്, പ്ലാൻഡ് മർഡർ. ഇതിൽ ലിൻഡ എന്ന പെൺകുട്ടി പലപ്പോഴും റൂംമേറ്റ്സുമായി തല്ലുകൂടി ഗസ്റ്റ് റൂമിൽ കിടന്നുറങ്ങുക പതിവാണ്. പക്ഷേ കുട്ടി കിടന്നിടത്തു നിന്നും എഴുന്നേറ്റ് എന്തിന് ടെറസിൽ പോയി എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടുന്നില്ല. മാത്രമല്ല, ടെറസിൽ എന്തോ സ്ട്രഗിളിംഗ് നടന്നിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ മോറൽ സൈഡ് എങ്ങനെ? എനി ഡ്രഗ് ഹാബിറ്റ്? ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു വരികയാണ്. Did you go through the postmortem report? സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നത്തിങ് അൺയൂഷ്വൽ. ഇവിടെയാണ് സർ എനിക്ക് പിടികിട്ടാത്തത്. CI അൻവർ പെൺകുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ ലിൻഡയെ ആരോ റേപ്പ് അറ്റംപ്റ്റ് ചെയ്തു എന്നും കൂടാതെ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നും പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തിനായിരിക്കണം അയാളുടെ അനാവശ്യമായ തിരുത്തലുകൾ? എന്താണ് ഈ കേസിൽ ഇയാൾക്ക് ഇത്ര വലിയ താല്പര്യം? അതാണ് സർ, അയാൾ എനിക്ക് തന്ന റിപ്പോർട്ടിലും കേസ് ഡയറിയിലും പ്രൈം സസ്പെക്ടിന്റെ സ്ഥാനത്ത് ഗാർഡ് ഭദ്രനും ഈ ലിൻഡയുടെ ബോയ്ഫ്രണ്ട് വിവേകുമാണുള്ളത്. And that chap was dead the very next morning, isn't it? അത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ. ഈ പെൺകുട്ടികളുടെ whereabouts അന്വേഷിച്ചോ? They have any past shocking news? ഇവരോട് ആർക്കെങ്കിലും വൈരാഗ്യം തോന്നാൻ? ഇവർ ചെറുപ്പം മുതലേ ഹോസ്റ്റലിലാണ് വളർന്നത്. അത്ര വലിയ പ്രശ്നക്കാരൊന്നുമല്ല. ധാരാളം പണം ഉണ്ടല്ലോ ചെലവഴിക്കാൻ. പിന്നെ ലാക്ക് ഓഫ് പാരന്റിയൽ അഫെക്ഷൻ, ദാറ്റ്സ് ഓൾ. വൈരാഗ്യം ഇവർക്കെതിരെ മറ്റാർക്കും കാണാൻ സാധ്യതയില്ല. പാരന്റ്സ് എല്ലാവരും വളരെ ഹോൾഡ് ഉള്ളവരാണ്. പിന്നെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഡെയിലി അന്വേഷണമുണ്ട്. So make it fast. Yes, sir.